ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. പുറത്തേക്ക് നല്ല ക്രിസ്പിയും ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ബ്രെഡ് പോലെ നല്ല ചീസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇളം ചൂടുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ചൂട് കൂടരുത് കേട്ടോ, എന്നാലത് കറക്റ്റായിട്ട് ഫെർമെൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം 10 മിനിറ്റ് ശേഷം ഇതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കയ്യിലിങ്ങനെ ഒട്ടുന്നൊരു പരുവായിരിക്കും ഈ ഒരു മാവിന്. ചപ്പാത്തിയുടെ പോലെ അത്രയും ഒട്ടാതിരിക്കുന്നൊരു പരുവല്ല, ചെറുതായിട്ടൊക്കെ കയ്യിൽ ഒട്ടി പിടിക്കുന്നൊരു പരുവാണ് ഇതിന് വേണ്ടത് കേട്ടോ. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റൂം ടെമ്പറേച്ചറിനനുസരിച്ചായിരിക്കും ഞാൻ 1/2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് ബോൺലെസ് ചിക്കൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഒരു ക്യാപ്സിക്കവും പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് ഒറിഗാനോ, 2 ടേബിൾ സ്പൂണ് മയണൈസ്, 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 നുള്ള ഉപ്പ് കേട്ടോ. നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് മാത്രം 2 നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഒരുപാട് സമയം പൊങ്ങാനായിട്ട് വെക്കൊന്നും വേണ്ട. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് അത്യാവശ്യം പൊങ്ങിയിട്ട് വരും. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇത് വെച്ചിട്ട് ഞാൻ 8 സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മളെടുക്കുന്ന ആ ഒരു ബോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും. ഒന്നുകൂടെ ചെറുതാക്കുന്നുണ്ടെങ്കിൽ ഒരു 9-10 ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു വലുപ്പത്തിൽ 8 സ്നാക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചെറിയൊരു ബണ്ണിൻ്റെ ആ ഒരു വലുപ്പത്തിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതിൽ നിന്നൊരു ബോൾസ് എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിന് ശേഷം അതിലേക്ക് ചിക്കൻ ഫില്ലിങ് വെച്ചെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമല്ല, പക്ഷേ അതുകൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ ഹോൾസ് ഒന്നും ഇല്ലാതെ ശരിക്കും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഹോൾസ് ഉണ്ടായാൽ ചീസൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഓയിലേക്ക് ചാടിയിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾസ് ഒന്നും ഇല്ലാതെ ശരിക്കും വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് ആട്ടോ എടുത്തിട്ടുള്ളത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസും എടുക്കാം. കോൺഫ്ലേക്സ് ആകുമ്പോൾ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പകരം മുട്ട എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു കോൺഫ്ലേക്സിൽ നമുക്കിത് കോട്ട് ചെയ്തിട്ടെടുക്കാം. ശരിക്കും ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാം ചെയ്തെടുത്ത ശേഷം നമുക്ക് നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ആദ്യം തന്നെ ഇടരുത് കേട്ടോ, ഉൾഭാഗം ശരിക്കും കുക്കായിട്ട് കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഒന്നുകൂടെ നല്ല പൊങ്ങി വരും. നമുക്കൊരു ബണ്ണിൻ്റെ ഒക്കെ പോലെ ആട്ടോ ഇതിൻ്റെ ഉൾഭാഗം കിട്ടുക. നല്ല ഒരു ബ്രെഡ് പോലെ, നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ബ്രെഡ് പോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ ചൂടോട് കൂടെ കഴിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് നല്ല ക്രിസ്പി ആയിരിക്കും. ഉള്ളിൽ ഇത് ഈ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റുമാണ്. ചീസൊക്കെ വരുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റുമാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.